ഞാനിപ്പോഴേ കുട്ടൂർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാനെന്താ ചിരിക്കുന്നതെന്നറിയാമോ? ഇവനെ ദേ ഇത് കണ്ടോ, ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മേളിൽ താമസിക്കുന്നതാ. അതിന് നമ്മുടെ ഭാഷ അറിയത്തില്ലല്ലോ. അവന് അത് നിൽക്കുന്നതുകൊണ്ട് വീഡിയോ പിടിക്കാൻ അവനെ നാണക്കേടാണെന്നും പറഞ്ഞ് ഇങ്ങനെ മടിച്ച് നിൽക്കുക. അതാണ്ട എപ്പോഴും ഇവിടെ അവരുടെ കൂടെ കളിയായത്. മോനെ നോക്കിക്ക്, ഇപ്പോഴും ഹായ് പറ. അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു പിന്നെ ചക്കക്കുരു കറി വെക്കാൻ പോവാം. ഇറച്ചിക്കൂട്ടിട്ട് നമ്മൾ കറി വെക്കാൻ പോവാം. അപ്പം അതിന് ഞാൻ കടുക് ഇട്ട് കൊടുത്ത് ഇച്ചിരി അത് നോക്കി. അതേ ഇവിടെ ഉണ്ട്. അതെ ഇവിടെ താണ്ട ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുത്ത് ഇറച്ചിക്കൂട്ടാക്കുന്നത് ഗ്രാമ്പും പട്ടയും 2 കഷ്ണയുടെ ഇലയും എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അതൊന്നിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് കഴിയുമ്പോൾ ഉള്ളിലിട്ട് കൊടുക്കാം. ഉള്ളിലിട്ട് കൊടുത്ത് തക്കാളി കഴി വെച്ചേക്കാം. വേണ്ട, നമ്മൾ ചെറിയ ഉള്ളിയും സവാളയും കൂടെ അരിഞ്ഞതാണ് വന്നിട്ട് കൊടുക്കാം. കടി വെച്ച് കൊടുത്ത് അത് ഒന്ന് വാടട്ടെ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് വാടിക്കോട്ടെ. ആരുഷേ, ഇത് നേരെ ഒന്നും നോക്കിക്കേ. അതെടുക്കുന്നേ നേരെ ഒന്നും നോക്കിക്കേ. ആണോ? അപ്പം നമുക്ക് ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട്. അപ്പം ഞാൻ വേണ്ട മഞ്ഞപ്പൊടി ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ശകലം മുളക് പൊടി, ഇത്രയും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കൊടുക്കാം. ഇതിനകത്തോട്ട് കാണിച്ചു. അപ്പം അത് മുളക് പൊടിയെല്ലാം ഇട്ടൊന്ന് വാടി വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് അയാൾ തക്കാളി അരിഞ്ഞതാണ്. തക്കാളി ഇട്ട് കൊടുത്ത് ശരിയാണോ? സംസാരിക്കടാ നീ. തക്കാളി ഇട്ട് കൊടുത്ത് ഇതാ ഞാൻ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചക്കക്കുരു വേവിച്ച് വെച്ച കൊടുക്കാം. ശരിയായിട്ടാണോ നീ എടുക്കുന്നത്? അതെപ്പോൾ ശരിയായിരുന്നോ? ഇപ്പം ചക്കക്കുരു ഇട്ട് കൊടുത്ത് അതെല്ലാം ചക്കക്കുരും കൂടെ ഇട്ട് അതെല്ലാം നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. വാടി വെള്ളം നമുക്കൊരു തിളപ്പിച്ച വെള്ളം, ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി ഇതാ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മുടെ മസാല കൂട്ട് എല്ലാം കൂടി ഇട്ട് പൊടിച്ചതാണ്.
അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് मिक्स करना है इसको। मिक्स करके क्या करेंगे? ഇനി ഒന്ന് വെന്താക്കിക്കും. ഇനി അടുത്തതിന് ഓഫാക്കാം. നമുക്ക് ഒന്ന് വെന്താക്കി. അപ്പം നമ്മുടെ ചക്കക്കുരു തണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ബീഫ് ഫ്രൈ പോലെ ചെയ്തതാണ്. ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.